+2 പബ്ലിക് എക്സാമും അതിന്റെ കൂടെ ഇംപ്രൂവ്മെന്റും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ തന്ത്രപ്പാടിലാണെന്നറിയാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാകും. എന്നാലും അതിനിടയ്ക്ക് നിങ്ങൾ മറന്നു പോകരുത് CUET. നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇംപ്രൂവ്മെന്റിന് അല്പം മാർക്ക് കുറഞ്ഞു പോയാൽ പോലും നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുന്ന എക്സാമാണ് CUET അല്ലേ? അപ്പൊ CUET പറ്റി മറക്കരുത്. ഇപ്പൊ പഠിക്കാനല്ല പറയുന്നത്, മറക്കാതിരിക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ. ഓക്കെ, നിങ്ങൾ CUETക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തില്ലേ +2വിന്റെ ഇനിയുള്ളത് നന്നായി പഠിക്കാം, ശേഷം CUETക്ക് പ്രിപ്പയർ ചെയ്യാം? അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ എക്സാം എഴുതാൻ നിങ്ങളെ സഹായിക്കാൻ ഒരു പ്ലാനും കൂടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും ഇനിയുള്ള എക്സാമിന്റെ സമയങ്ങളിൽ? എടാ, +2 എക്സാം കഴിയുന്നത് വരെ അത് തന്നെ പഠിക്കുക. +2 എക്സാം മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂളുകളില്ല, പ്രവൃത്തി ദിവസങ്ങളല്ല, ഒരു ദിവസങ്ങൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഒരു മാസമാണെങ്കിൽ പോലും നിങ്ങൾ സാധാ സ്കൂളിൽ പോയി പോകുന്നതിന്റെ ഒരു 4 മാസത്തിന്റെ എഫക്റ്റ് വരും ഒരു ഫുൾ ഡേ ദിവസവും നിങ്ങൾക്ക് വീട്ടിൽ കിട്ടണമെങ്കിലേ. അപ്പൊ ഇനി കഷ്ടപ്പെട്ടാൽ നേടാൻ പറ്റും. എനിക്കറിയാം, +2വിന്റെ എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം കുറച്ച് വിശ്രമിക്കാൻ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? യെസ്, നിങ്ങൾ എക്സാം കഴിഞ്ഞ് 1-2 ദിവസം വിശ്രമിച്ചോളൂ. പക്ഷെ നിങ്ങൾ പൂർവാധിക ശക്തിയോടെ ഇപ്പൊ പഠിക്കുന്ന അതേ സ്റ്റഡി ഹാബിറ്റ്സ്, അതേ സ്റ്റഡി റൂട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക? കൈവിടാതെ നിങ്ങൾ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഈ +2വിന്റെ മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾ CUETയിൽ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ മികച്ച യൂണിവേഴ്സിറ്റിയിൽ ഈ +2വിന്റെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിനേക്കാൾ ബെറ്റർ, നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അത് കിട്ടിയിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് കിട്ടിയിരിക്കണം. അതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളും കൂടി ഉണ്ടാ. നിങ്ങൾക്ക് ഞങ്ങളൊരു വെബിനാർ അതും ഫ്രീ ആയിട്ട് നൽകാൻ വേണ്ടി പോവുകയാണ്. ലാസ്റ്റ് 45 days പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. അതിൽ ഞാനും സൽസബീൻ സാറും നിങ്ങളുടെ കൂടെ ഉണ്ടാകും സംസാരിക്കാൻ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് 19 പക്ഷേ ആ സമയത്ത് പെരുന്നാളിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നീട്ടി വെക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തോളൂ, രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മറക്കാതെ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ലിങ്കിൽ പോയി ഈ ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി നമ്മൾ CUETയുടെ ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 29 അത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ ഒപ്പം ചേർന്ന് പഠിക്കാം. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ വെബിനാറിലാക്കും. അപ്പൊ ബാച്ചിൽ ചേരാനുള്ളവരുടെ ലിങ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വീഡിയോന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രം. നിങ്ങൾ ഇപ്പോൾ പബ്ലിക് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ, പക്ഷെ അതിനുശേഷം റെസ്റ്റ് നിങ്ങൾക്കില്ല. ഇനി നിങ്ങൾ അതിനുശേഷം റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2ന്റെ റിസൾട്ട് വരാം, +2ന്റെ മാർക്ക് നോക്കാം, ഏതെങ്കിലും ഒരു നോർമൽ യൂണിവേഴ്സിറ്റി കയറി പഠിക്കാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ റെസ്റ്റ് എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു ബെറ്റർ ലൈഫാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഒരുപാട് ആളുകളുമായിട്ട്, ഒരുപാട് സംസ്കാരങ്ങളുമായിട്ട്, ഒരുപാട് കൾച്ചറുകളുമായിട്ട് നിങ്ങൾക്ക് കൂടെ നിന്ന് വർക്ക് ചെയ്ത് പഠിച്ച് വലിയ വലിയ ഉയരങ്ങളിലെത്തി ഈ ഒരു നമ്മുടെ ഭൂമിയിൽ പിറന്നതിന് എന്തുണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാകില്ലേ? നമ്മളിവിടെ പിറന്നിരുന്നു എന്ന് 4 ആൾ അറിയാൻ, നമ്മളിവിടെ ജീവിച്ചിരുന്നു. നമ്മളെപ്പോലത്തെ ഒരു വ്യക്തി ഇവിടെ വെറുതെ ജനിച്ച് മരിച്ചു പോയതല്ല, അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തി വെക്കാനും കൂടി നമ്മൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും അല്ലേ, അങ്ങനെയാണ് എല്ലാവരും വളർന്നു വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം, ഈ +2 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാണ്ടോ, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ, കോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച സ്ഥലത്ത് പോയി പഠിക്കുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറേ സമയങ്ങളിലൊക്കെ നമ്മൾ പഴയ കുറേ ആളുകൾ ഇതൊന്നും അറിയാതെ പോയത് കൊണ്ട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. നിങ്ങൾ ആ പേരിൽ എന്ത് ചെയ്യരുത്, ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത്. പഠിക്കാനുള്ള ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു തരാം കേട്ടോടാ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.